ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. ഈ വീഡിയോയിൽ കഴിഞ്ഞ അനേക മാസങ്ങളിലായി വിവിധ സഭാ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾ നിരന്തരം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് സക്രമെന്റ് എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തെ മാത്രം കേന്ദ്രീകരിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തെ ആസ്പദമാക്കി ചില അടിസ്ഥാന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി അറിയുവാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സശ്രദ്ധം വീക്ഷിക്കണമെന്ന് സവിനയം അപേക്ഷിച്ചുകൊള്ളുന്നു. ഇത് ഞാൻ ഇപ്രകാരം പറയാൻ കാര്യം, ക്രിസ്ത്യാനിയുടെയിലുള്ളൊരു പരക്കെ പടർന്നു പിടിച്ച മഹാവ്യാധി എന്ന് പറയുന്നത് ഒരു വീഡിയോ പോലും പൂർണ്ണമായി കണ്ട് അതിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഭൂരിപക്ഷം ആളുകളും പ്രതികരിക്കുന്നത്. അത് അവരെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ തൽക്കാലം അതിനെപ്പറ്റി പറയൂ. സക്രമെന്റ് എന്നാൽ എന്താണ് എന്നതിന് ഏതാണ്ട് 4 ഭാഗങ്ങളായി വിഭാവന ചെയ്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തെ ആസ്പദമാക്കി ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ അത്താഴം ആചരിക്കുമ്പോൾ അത് യഹൂദ സമ്പ്രദായത്തിന് അനുസരിച്ചായിരുന്നുവെങ്കിലും അതിൽ മുൻപ് ഒരിക്കലും ഉണ്ടാകാതിരുന്ന വിധത്തിൽ പുതിയ അർത്ഥതലങ്ങൾ, ആത്മീയ മാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യേശു അന്തിമ അത്താഴം ആചരിച്ചത് എന്നത് പലപ്പോഴും നാം പരിഗണിക്കാറില്ല. എന്തുകൊണ്ട് നാം ഇത് പരിഗണിക്കണമെന്ന് ചോദിച്ചാൽ, യേശു തൻ്റെ അത്താഴം വിഭാവന ചെയ്യുന്നതിൽ താരിപ്പുകളെയും പാരമ്പര്യങ്ങളെയും അതിജീവിക്കുക എന്നത് മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ചയ്ക്കും മുൻപോട്ടുള്ള പുരോഗതിക്കും തികച്ചും ആവശ്യമായ ഒരു കടമയായിട്ടാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും നാം ഒരിക്കലും അത് പ്രസ്താവിക്കുകയില്ല, ആരോടും പറയുകയില്ല എന്ന് മാത്രവുമല്ല, തികച്ചും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പാരമ്പര്യത്തെ അതിജീവിച്ചാൽ മാത്രമേ മനുഷ്യൻ ആത്മീയമായ വളർച്ചയുള്ളൂ എന്ന് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം എന്ന ഉദ്ദേശത്തിൽ യേശു ആവിഷ്കരിച്ച ഈ അനുഭവത്തെ, പാരമ്പര്യത്തെ അതുപോലെ പിടിച്ചു നിർത്തുവാൻ, അതിൽ വള്ളിയും പുള്ളിയും മാറ്റം വരുത്താതെ അതിൽ അള്ളിപ്പിടിച്ച് നിൽക്കാനുള്ള പ്രേരണയായിട്ടാണ് ദൗർഭാഗ്യവശാൽ ഈ ഒരു ആത്മീയ അനുഭവത്തെ അർത്ഥശൂന്യമാക്കി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുരുപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് വിശ്വാസജനം ആദ്യമേ തിരിച്ചറിയണം. രണ്ടാമതായി, യേശു എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവനൊരു അപ്പം എടുത്ത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറയുന്നു, ഇത് എൻ്റെ ശരീരം. പാനപാത്രം എടുത്ത് വാഴ്ത്തിയിട്ട് പറയുന്നു, ഇതെൻ്റെ രക്തം. ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, ശരീരം എന്ന വാക്കുകൊണ്ട് യഹൂദൻ ഉദ്ദേശിച്ചിരുന്നത് മാംസ അല്ലെങ്കിൽ ജഡരക്തങ്ങളല്ല, വ്യക്തിത്വം എന്ന ആശയമാണ്. യേശു അപ്പം എടുത്ത് അതിനെ ഒരു പ്രതീകമായി ഉയർത്തുമ്പോൾ അത് എന്തിൻ്റെ പ്രതീകമായിരുന്നു? അത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രതീകരണമാണ്. നമുക്കറിയാം, ശരീരത്തെ നുറുക്കി കൊടുത്താൽ അത് നരഭോജനമായി, കാനിബലിസമായി മാറും. വ്യക്തിത്വത്തെ നുറുക്കി കൊടുത്താൽ അത് ആത്മീയതയായി മാറും. ഈ ഒരു വ്യത്യാസമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ യേശു തൻ്റെ വ്യക്തിത്വത്തെ തൻ്റെ ശിഷ്യന്മാരുമായി പങ്കിടുകയാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഭാഗം, വളരെ ശ്രദ്ധേയമായ ഭാഗം എന്താണ്? തന്നെ തന്നെ നുറുക്കിയിട്ടാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം,
നിങ്ങളിൽ ആരിലും തന്നെ ഒരു വിധത്തിലും ഒരു കാലത്തും എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത വസിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 4-ാം വാക്യം ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. പക്ഷേ ഞാൻ നിങ്ങളിൽ വസിക്കുമ്പോൾ, ആ ഒരു സാധ്യതയെ നിങ്ങൾ നമ്പുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അത് നിങ്ങൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട, മറക്കാതെ ഓർത്തിരിക്കേണ്ട അടിസ്ഥാന പ്രമാണം എന്താണ്? ഞാൻ നിങ്ങളിൽ വസിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു അംശം മാത്രമേ നിങ്ങളിൽ വസിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പരിമിതി അപ്രകാരമായതുകൊണ്ടാണ്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ തക്ക വ്യാപ്തിയുള്ള, വികസനം പ്രാപിച്ച ഒരു വ്യക്തിത്വം ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, നിങ്ങളിൽ ആരിലും തന്നെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത ഒരിക്കലും സ്ഥിതി ചെയ്യുകയില്ല. അതുകൊണ്ട് എന്താണ്? യേശു ഒരു വിശ്വാസിയുടെയും സ്വകാര്യ സ്വത്താണ് എന്ന് അവകാശപ്പെടുവാൻ ഒരു കാലത്തും ന്യായമില്ല, സാധ്യമല്ല. അത് വ്യക്തിയുടെ ആയിക്കൊള്ളട്ടെ, സഭാ വിഭാഗങ്ങളുടെ ആയിക്കൊള്ളട്ടെ, സമൂഹങ്ങളുടെ ആയിക്കൊള്ളട്ടെ, ഇവയ്ക്കൊന്നും തന്നെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത ഞങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കുന്നു, ഞങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ സാധ്യമല്ല. കാരണം ഇവയിലൊക്കെയും സ്ഥിതി ചെയ്യുന്നത് നുറുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വ്യക്തിത്വമാണ്. ഞുറുക്കുകയും വാരി വിതറിക്കൊടുക്കുകയും ചെയ്യുന്നവൻ്റെ വ്യക്തിത്വം, അത് ഓരോ വ്യക്തിയിലും ഓരോ സഭയിലും സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അംശങ്ങൾ മാത്രമാണ്. ഈ അംശങ്ങളുടെ ആകെത്തുക വരുമ്പോൾ മാത്രമേ യേശുവിൻ്റെ വ്യക്തിത്വം എന്ത് എന്ന് ലോകത്തിന് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തീയ ഐക്യത്തിന് യേശു സുപ്രധാനമായ ഒരു ആത്മീയ മാനം കൽപ്പിച്ചത് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ 17-ാം അധ്യായത്തിൽ യേശു നടത്തുന്ന അന്തിമ പ്രാർത്ഥനയെ നാം ഒന്ന് ഓർത്തെടുത്താൽ മനസ്സിലാകും. അവിടെ നടത്തുന്ന സുദീർഘമായ പ്രാർത്ഥനയുടെ ഏക ലക്ഷ്യം എന്താണ്? പിതാവേ, നീ എനിക്ക് തന്ന ജനം എപ്പോഴും ഒന്നായിരിക്കണമേ. കാരണം എന്താണ്? ഇവരിൽ ആകമാനമായി എൻ്റെ വ്യക്തിത്വം ചിതറിക്കിടക്കുക മാത്രമേ സാധ്യമാകുകയുള്ളൂ. എൻ്റെ വ്യക്തിത്വം എന്തെന്ന് ലോകം തിരിച്ചറിയണമെങ്കിൽ അവരൊന്നായി തീർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ പരസ്പരം വിഘടിച്ച് തുണ്ടും കഷ്ണമായി മാറി നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്നോ എൻ്റെ ആത്മീയമായ വ്യക്തിത്വം എന്താണെന്നോ തിരിച്ചറിയുവാനുള്ള അവസരം ലോകത്തിനൊരിക്കലും ഉണ്ടാകുകയില്ല. അവരുടെ ഇപ്രകാരമുള്ള അവസ്ഥ എൻ്റെ ദൗത്യത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ നിരാകാരമായിരിക്കും. ഞാൻ ഈ ലോകത്തിൽ വന്നത് എന്തിനാണോ അത് മുഴുവൻ നിഷ്പ്രഭമാക്കുവാൻ, അത് ഫലശൂന്യമാക്കുവാൻ ക്രിസ്ത്യാനിയുടെ അനൈക്യം എന്ന ഒറ്റ രോഗം കൊണ്ട് സാധിക്കും. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇത്. അപ്പോൾ എൻ്റെ ശരീരം നുറുക്കി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും വസിക്കുന്നത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അംശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാവിൽ ഒന്നായി തീരുവാൻ നിങ്ങൾക്കൊരു കടമയുണ്ട് എന്നതാണ് സക്രമത്തിൻ്റെ ആദ്യത്തെ പടി. അത് പാനപാത്രം അങ്ങനെ തന്നെയാണ്. ആരും ഈ പാനപാത്രം മുഴുവനും മോന്തരുത്. പാനപാത്രം മുഴുവൻ മോന്തുന്നവൻ കള്ളുകുടിയനാണ്. കള്ളുകുടിയനും സക്രമന്ത അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കള്ളുകുടിയൻ പാനപാത്രം അതുപോലെ മോന്തിക്കളയും. വിശ്വാസിയോ അതിൽ നിന്ന് കുടിച്ചിട്ട് അതിൽ പങ്കെടുക്കുന്ന ഏവരും ഒന്നു ചേരുമ്പോൾ മാത്രമേ ഈ പാനപാത്രം എന്താണ് എന്നതിൻ്റെ പൂർണ്ണത അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലും അനുഭവത്തിലും വെളിപ്പെട്ട് വരികയുള്ളൂ എന്നറിയുന്നവനാണ് വിശ്വാസി. അപ്പോൾ വിശ്വാസിയും മുക്കുടിയനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് ഇടയായെങ്കിൽ നാം രക്ഷപ്പെട്ടു. ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് രണ്ടെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഭാഗത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗം. ഇനിയും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. എന്തിനാണ് യേശു അത് ചെയ്തത് എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ എത്രയോ തവണ
സഭകളിൽ പുരോഹിതന്മാരും മെത്രാന്മാരും ആളുകളുടെ കാല് കഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ വലിയ ശുശ്രൂഷയൊക്കെ നിങ്ങൾ കണ്ട് അതിൻ്റെ ആത്മീയമായ വശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ട് ന്യായമായും നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ കാല് കഴുകൽ ശുശ്രൂഷയുടെ അർത്ഥം എന്താ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാരുടെ കാല് നാറുന്നു എന്നതുകൊണ്ടാണോ യേശു കഴുകിയത്? അത്താഴത്തിനൊക്കെ ഇരിക്കുകയാണ്, എല്ലാവരും അടുത്തൊക്കെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ യേശുവിന് തോന്നി, ഒരു നാറ്റം, പത്രോച്ച നിന്റെ കാലാണോ? അപ്പോൾ പത്രോസ് പറയും, അയ്യോ അല്ലേ. അപ്പോൾ യോഹന്നാനെ നിന്റെ കാലാണോ? അയ്യോ അല്ല, ഞാൻ കഴുകിയിട്ടൊക്കെ ഇരിക്കുന്നത്, ഞാൻ മുറ തെറ്റിച്ചിട്ടില്ല. എടാ യൂദാസേ നിന്റെ കാലാണോ? അപ്പോൾ യൂദാസ് പറയും, അല്ല റബി, എൻ്റെ കാലല്ല, എൻ്റെ ആത്മാവാണ് നാറുന്നത് എന്നൊരു പക്ഷേ പറഞ്ഞിട്ടില്ല, പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം അങ്ങനെ നാറിയിട്ടൊന്നുമല്ല. ഇതൊരു വലിയ സത്യം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതെന്താണ്? അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അല്പം ഒന്ന് ശ്രമിച്ചാൽ മതി. അല്പം വളരെ ലളിതമാണിത്. നമ്മൾ ഭക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ ഇരിക്കുന്നതിന് മുമ്പല്ല, നാം ഭക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞ് ഭക്ഷണം ആരംഭിച്ച് കഴിഞ്ഞാൽ നാം ഒരിക്കലും ഓർക്കാത്തൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ കാല്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വായുണ്ട്, നാവുണ്ട്, പല്ലുണ്ട്, പിന്നെ ഭക്ഷണം പോകാനുള്ള ഭക്ഷണകോശമുണ്ട്, ഫുഡ് പൈപ്പുണ്ട്, പിന്നെ ആമാശയമുണ്ട്. ഇത് അത്രയൊക്കെ നമ്മൾ ഓർത്തിരിക്കും. അത്രയും പോലെ ഓർത്തിരിക്കത്തില്ല. വായുണ്ട്, രുചിയുണ്ട്, വയറുണ്ട്. നമുക്ക് കാലുണ്ട് എന്ന് നാം ഒരിക്കലും ഓർക്കത്തില്ല. എന്നാൽ ഈ കാലും കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ പൂർണ്ണത. പിന്നെ വ്യക്തിത്വത്തിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാലിനുള്ള പ്രാധാന്യം പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പ്രായാധിക്യത്തിലേക്ക്, ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ മറ്റെല്ലാ അവയവങ്ങളെ പോലെ തന്നെ ഒരുപടി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് നിങ്ങളുടെ കാല്. പ്രായമുള്ള ആളുകൾക്ക് വരുന്ന വലിയ അപകടം കാല് തെറ്റി വീണ് എല്ലൊടിയുന്നു എന്നുള്ളതാണ്. തന്നെയുമല്ല, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ വാസ്തവത്തിൽ നോക്കേണ്ട മുഖത്തല്ല, കാലിലാണ് നോക്കേണ്ടത്, പാദത്തിലാണ് നോക്കേണ്ടത്. അത് വളരെ അച്ചട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. വ്യക്തിത്വത്തിൽ കോട്ടമുള്ളയാളുടെ കാലും കോട്ടമുള്ളതായിരിക്കും, യാതൊരു സംശയവും വേണ്ട. വ്യക്തിത്വത്തിൽ സൗന്ദര്യമുള്ളവരുടെ കാൽപാദങ്ങൾ സൗന്ദര്യമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചക പുസ്തകത്തിൽ പറയുന്നത്, ഇതാ സുവിശേഷം പേറി വരുന്നവൻ്റെ കാൽപാദങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു, മുഖം എത്ര സൗന്ദര്യമുള്ളത്, ചടുലതയുള്ളത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സദ്വാർത്ത പേറി വരുന്നവൻ്റെ കാൽ എത്ര മനോഹരമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വിഷയം കൂടുതലായിട്ട് കൈകാര്യം ചെയ്യത്തില്ല, സമയം നഷ്ടപ്പെട്ടു പോകുമെന്ന ഒറ്റ ഭീതി കൊണ്ട് മാത്രം. വളരെ മനോഹരമാണിത്. അപ്പോൾ യേശു അതുകൊണ്ടാണ് കാല് കഴുകി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് മതത്തിലുള്ളവരുമായിക്കൊള്ളട്ടെ, നാം മതത്തിൻ്റെ മേഖലയിലായിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒട്ടും സാധിക്കാത്തത് ഏതെങ്കിലും ഒരു സാഹചര്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുക എന്നതാണ് മനുഷ്യൻ്റെ പൊതുവായ പരിമിതി. ഒന്നിൻ്റെയും പൂർണ്ണത അറിയുവാൻ അവന് കേൾപ്പില്ല, മനസ്സില്ല എന്നതാണ്. എന്നതിനുള്ള ഒരു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കൂടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആശയങ്ങൾ മുഴുവനും സംഗ്രഹിച്ച് അത് ആവർത്തിക്കാതെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. നാം ആഹാരം കഴിക്കുമ്പോൾ നാം ഒരിക്കലും ഓർക്കാത്ത, ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും നാം ഓർത്താലും നാം ഒരിക്കലും ഓർക്കാത്തതാണ് നമ്മുടെ കാല്. എന്നാൽ കാലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സക്രമത്തിൻ്റെ ആത്മീയമായ ലക്ഷ്യം എന്താണ്? മനുഷ്യൻ അവൻ്റെ പതനത്തിന് ശേഷം അവനെ തന്നെ അപൂർണത എന്ന കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ വിമിഷ്ടമാണ് മനുഷ്യരാശി ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ന് വരെയും അനുഭവിച്ചു വരുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ ഈ അല്പമായതിനെ മാത്രം
അള്ളിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഈ പ്രാകൃത ബാലിശ സ്വഭാവത്തിൽ നിന്ന് അവന് വിടുതൽ നൽകുകയും എല്ലാറ്റിനോടും അതിൻ്റെ പൂർണ്ണതയിൽ ബന്ധം പുലർത്തുവാനും പ്രതികരിക്കുവാനും അതിനോട് സഹകരിപ്പാനുമുള്ള ഹൃദയ മാനസിക ആധ്യാത്മിക വികസനം പ്രാപിപ്പാൻ അവനെ സഹായിക്കുകയും ചെയ്യണം. ഇതാണ് സക്രമത്തിൻ്റെ ലക്ഷ്യം. സക്രമന്ത എന്നത് മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തിൽ പ്രാപിക്കേണ്ട പൂർണ്ണ വളർച്ചയുടെ ഓർമ്മപ്പെടുത്തലാണ് എന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല. അതറിയാതെ സക്രമത്തിൻ്റെ ഹൃദയം എന്താണ്, ഹൃദയ തുടിപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കാത്ത കത്തനാരും തിരുമേനിമാരുമാണ് കാല് കഴുകി നടക്കുന്നത്. ഈ കാല് കഴുകൽ എന്തിനാണ്, അതിൻ്റെ ആത്മീകമായ പൊരുൾ എന്താണ് എന്നറിയാതെ യാന്ത്രികമായി മറ്റുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് വർഷം തോറും ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു നാടകം ഇത് കോമാളിത്തരമാണ് എന്ന് വിശ്വാസ സമൂഹം ദയവായി ക്രിസ്തുനാമത്തിൽ ഞാൻ കാലിൽ പിടിച്ച് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എപ്രകാരമാണ് ഒരു വ്യക്തിയുടെ ശരീരം അവൻ്റെ പാദങ്ങൾ കൂടെ പരിഗണിച്ചാൽ മാത്രമേ പൂർത്തീകരിക്കാൻ കാല് രണ്ടും വെട്ടിയിട്ട് ഇന്നയാളിനെ എന്നാ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു സംഘടിത മത പ്രസ്ഥാനത്തിലോ പ്രവർത്തനത്തിലോ സന്ദർഭത്തിലോ സാഹചര്യത്തിലോ നിങ്ങൾ ആയിത്തീരുമ്പോൾ, അല്ലെങ്കിൽ സഭാപരമായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴും അപൂർണതയിൽ കൂടെ മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം സത്യമാകാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ സത്യത്തിൽ നിന്ന് വളരെ വിദൂരത്തിലാണ് എന്ന് എപ്പോഴും അറിഞ്ഞിട്ട് ഭയത്തോടും വിറയലോടും നിങ്ങൾ സത്യമായ എന്നെ ഓർത്തുകൊണ്ട് നിങ്ങളായിരിക്കുന്ന അസത്യത്തിൻ്റെ പാപ്പരത്വം മനസ്സിലാക്കി എളിമയോടെ ജീവിപ്പീൻ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. എന്നാൽ മതമേഖലയിൽ മനുഷ്യനായിക്കഴിഞ്ഞാൽ അവൻ്റെ നിഗളത്തിന് യാതൊരു അതിരുമില്ല, അവൻ്റെ അഹങ്കാരത്തിന് ഹുങ്കിന് യാതൊരു അതിരുമില്ല. യേശുവിനെ പോക്കറ്റിനോട് നടക്കുന്നവനാണ് ക്രിസ്ത്യാനി. എൻ്റെ പോക്കറ്റിനപ്പുറത്തൊരു യേശുവില്ല എന്ന് പറയുന്നവൻ്റെ അവസ്ഥ എന്താണ്? അങ്ങനെ അവനെ പറയാൻ പരിശീലിപ്പിക്കുന്ന പുരോഹിത വർഗത്തിൻ്റെ ആത്മീകമായ കാഴ്ചപ്പാടിൽ സ്ഥിതി ചെയ്യുന്ന കാളരാത്രി തിരിച്ചറിയുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് ആവർത്തിച്ച് യേശു പറയുന്നത്. അപ്പോൾ കാല് കഴുകൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എല്ലാറ്റിനെയും അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയുവാൻ നമുക്കൊരു കടമയുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാറ്റിൻ്റെയും പൂർണ്ണത അതിൻ്റേതായ തോതിൽ അതിൻ്റേതായ വിധത്തിൽ മനസ്സിലാക്കാനുള്ള ത്രാണി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ ഇടപെട്ടാലും അവിടെ ഞാൻ സൗമ്യനായി പരിപൂർണമായ സത്യം കർത്താവേ നിന്നിൽ മാത്രമേ വെളിപ്പെടുന്നുള്ളൂവല്ലോ, അതുകൊണ്ട് നിന്നിൽ ആശ്രയിച്ചിരിപ്പാൻ എനിക്ക് ആവശ്യമുണ്ട്. ഈ സത്യത്തിലേക്ക് എന്നെ അനുദിനം വഴി നടത്തിയാലും എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുള്ളിൽ വഹിച്ചുകൊണ്ട് മുൻപോട്ട് സഞ്ചരിക്കുന്നവൻ മാത്രമേ യേശുവിൻ്റെ മാർഗത്തെ സ്വീകരിപ്പാൻ യോഗ്യനാകുകയുള്ളൂ എന്നതാണ് എൻ്റെ അറിവ്. അത് കാല് കഴുകലല്ല ഇവിടെ പ്രശ്നം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയാണ് ഇവിടുത്തെ പ്രശ്നം. ആ പൂർണ്ണതയിൽ കാലിനും നമുക്കറിയാം, ഭാരതത്തിൽ കാലിന് പുച്ഛമാണ് അല്ലേ? ഇപ്പം ജാതി വ്യവസ്ഥ നോക്കുമ്പോൾ, കാസ്റ്റ് സിസ്റ്റം നോക്കുമ്പോൾ, ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് വന്നവൻ ബ്രാഹ്മണൻ, അവൻ വലിയ ഉത്തുംഗ ശ്രേണിയിലിരിക്കുന്നു. കയ്യിൽ നിന്ന് വന്നവൻ ക്ഷത്രിയൻ, യുദ്ധമൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ബ്രാഹ്മണരെ സംരക്ഷിക്കുക, ധർമ്മത്തെ സംരക്ഷിക്കുക. ബ്രാഹ്മണരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ സംരക്ഷിക്കുക. പിന്നെ തൊഴിലിൽ നിന്ന് വന്നാൽ അവൻ കച്ചവടമൊക്കെ ചെയ്ത് ബനിയൊക്കെ ആയി പണം ഉണ്ടാക്കാൻ. പിന്നെ കാലാണെങ്കിൽ പോയി അവന് യാതൊരു വിലയുമില്ല. ഇത് എല്ലാ സംസ്കാരത്തിലുമുള്ള ഭ്രാന്താണ്. എന്തുകൊണ്ടാണ്? സംസ്കാരങ്ങളാകമാനം അപൂർണതയെ അവഗണിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്.
പൂർണ്ണതയെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട്. അപൂർണതയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. സംസ്കാരങ്ങളുടെ നേട്ടം അപൂർണതകളുടെ നേട്ടമാണ്. അതുകൊണ്ടാണ് സംസ്കാരങ്ങൾ ഉയരുകയും താഴുകയും ഉദിച്ചു വരികയും അസ്തമിച്ചു പോവുകയും ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ആർണൽഡ് ടോയിൻബിയുടെ സുപ്രസിദ്ധ പുസ്തകം എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം, 6 വോള്യത്തിലുള്ള വലിയ പുസ്തകം, ലോക സംസ്കാരങ്ങളുടെ ജനനവും മരണവും പഠിക്കുന്ന പുസ്തകമാണ്. ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് സിവിലൈസേഷൻസ്. എന്തുകൊണ്ടാണ് ഈ സംസ്കാരങ്ങൾ ഉയരുകയും താഴുകയും പിറക്കുകയും മരിക്കുകയും ചെയ്യുന്നത്? എല്ലാ സംസ്കാരങ്ങളും അപൂർണതയെ മാത്രം ആശ്രയിച്ചാണ് ജനിച്ചു വീഴുന്നത്, വളരുന്നത്, അതിൻ്റെ വലിയ വലിയ നേട്ടങ്ങളെ എണ്ണിപ്പറയുന്നത്. അപൂർണതയിൽ സ്ഥിതി ചെയ്യുന്നതെല്ലാം പട്ടുപോകുമെന്നത് കാലത്തിൻ്റെ നിയമമാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഈ അപൂർണതയാണ് മനുഷ്യൻ്റെ പ്രശ്നം. അതിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് പൂർണ്ണതയെപ്പറ്റിയുള്ളൊരു ബോധ്യമെങ്കിലും അവർ നൽകാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. അതാണ് ഈ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആണ്ടുതോറും ചില വിശ്വാസികളെ ഓടിത്തിരിഞ്ഞൊക്കെ കണ്ടുപിടിച്ച് അവിടെ കാല് കഴുകുന്ന കത്തനാരും തിരുമേനിയും തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ഇത് കഴുകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവസന്നിധിയിൽ നിങ്ങളൊരു പ്രതിഷ്ഠയെടുക്കുകയാണ്. എന്താണ്? എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിച്ച് അതിനെ ആദരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ ശിഷ്ടമുള്ള നാളിൽ കഴിക്കും എന്നതാണ് ആയിരിക്കണം എൻ്റെ അർത്ഥം. അങ്ങനെ ഒരു മെത്രാനോ കത്തനാരോ ചെയ്താൽ അന്ന് ആ മനുഷ്യൻ ചെയ്യേണ്ടത് ഈ സഭാ വിഭാഗമില്ലേ, എൻ്റെ പാരമ്പര്യം എൻ്റെ ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ പുങ്കത്തരമില്ലേ, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് അലച്ചു കയറി ദൈവത്തോട് അപേക്ഷിക്കും. കാലല്ല കഴുകേണ്ടത്, തിരുമേനിയുടെ മനസ്സാണ് കഴുകി ശുദ്ധമാക്കേണ്ടത്. ഇപ്പം തന്നെ നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയിലെ അപ്രയം തിരുമേനി എന്ന് പറയുന്ന മനുഷ്യൻ സഹോദരി സഭയുടെ ഭൂമിയും പള്ളിയും നിങ്ങൾ പിടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അടിച്ചമർത്തി കളഞ്ഞു. എന്ത് കൊട്ടുവടി കൊണ്ടാണ് അപ്രയം തിരുമേനിയുടെ തലയ്ക്ക് അടിച്ചത്? അപൂർണതയുടെ കൊട്ടുവടി. ഈ അപൂർണതയുടെ കണ്ടു നോക്കുമ്പോൾ യേശു ഞങ്ങളുടെ മാത്രം സ്വകാര്യ സ്വത്താണ്. ഞങ്ങളുടെ പരിമ്പറത്തപ്പുറത്ത് യേശുവില്ല. അവിടെയെല്ലാം അന്ധകാരവും അവിശ്വാസികളുമാണ് എന്ന് പറയുന്ന ഈ ഭ്രാന്തിൻ്റെ ഉറവിടം മനുഷ്യൻ സ്ഥിതി ചെയ്യുന്നത് അപൂർണതയുടെ അടിത്തറയിലാണ് എന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണം എന്ന ഒരു തിരിച്ചറിവാണ് ഈ കാൽകഴുകൽ ശുശ്രൂഷയിൽ കൂടെ വരേണ്ടത്. പക്ഷേ അങ്ങനെയല്ല അത് ആചരിക്കുന്നത്. അപൂർണതയുടെ രാജാക്കന്മാരാണ് അപൂർണതയുടേതായ കാലുകൾ കഴുകി വർഷം തോറും അവരുടെ മേന്മ തെളിയിച്ച് സ്വർഗത്തിലേക്കുള്ള അവരുടെ പാസ്പോർട്ട് പുതുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിന് ശേഷമാണ് യേശു അവർക്ക് പുതിയ കൽപ്പന കൊടുക്കുന്നത്. എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എന്താണ് എൻ്റെ അർത്ഥം? ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എൻ്റെ അർത്ഥം മനസ്സിലാകും. എപ്രകാരമാണ് എൻ്റെ ശരീരമാകുന്ന അപ്പം നുറുക്കി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, ആ അപ്പത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടു വരേണ്ടത് നിങ്ങളുടെ പരസ്പരമായ ആ ഒന്നാകൽ എന്ന അനുഭവം, യുവർ യൂണിറ്റി, അതിൽ കൂടെ മാത്രമാണ്. നിങ്ങൾ വ്യത്യസ്തരായ നിങ്ങൾ ഒന്നാകണമെങ്കിൽ ഒരേ ഒരു മർമ്മം മാത്രമേ അതിന് ഉതകുകയുള്ളൂ, അത് സഹായിക്കുകയുള്ളൂ. ആ മർമ്മത്തിൻ്റെ പേരാണ് സ്നേഹമെന്നുള്ളത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിൽ കൂടെ നിങ്ങൾ ഒന്നായിത്തീരും. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിലെ 8-ാം വാക്യം, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ അടിത്തറയിട്ടിരിക്കുന്ന ഒരു കൂട്ടം, ഒരു സഭ, ഒരു വിശ്വാസ അവരെ ഒരിക്കലും വിഭജിച്ചു പോകുകയില്ല. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രതിനിധീകരിക്കാനായി വിഭാവന ചെയ്തിട്ടുള്ള ഈ സഭ എങ്ങനെയാണ് 50,000 കഷ്ണങ്ങളായി കീറിമുറിച്ച് ഓരോ കഷ്ണവും ഞാൻ മാത്രമാണ് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഞങ്ങളുടെ കുത്തകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അട്ടഹസിച്ച് നടക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഇതിലടങ്ങിയിരിക്കുന്ന പൈശാചികമായ നിലപാടുകളും വികാരങ്ങളും താല്പര്യങ്ങളും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. ഇതാണ് എൻ്റെ മൂന്നാമത്തെ.
അപ്പോൾ ഈ സ്നേഹത്തിൽ കൂടെ എന്ത് സംഭവിക്കണം? ഒന്നായിത്തീരണം. എന്തുകൊണ്ട് ഒന്നായിത്തീരണം? ഈ ഒന്നിപ്പിൽ കൂടെ മാത്രമേ പൂർണ്ണത വെളിപ്പെട്ട് വരികയുള്ളൂ. സഭ തന്നെ, യേശു തന്നെയാണ് സഭയുടെ അടിത്തറ എന്ന ലോകത്തോട് നമുക്ക് ആധികാരികമായി സത്യസന്ധമായി സാക്ഷീകരിക്കണമെങ്കിൽ അത് സഭയുടെ ഐക്യത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വേറിട്ട് നിൽക്കുന്ന വിവിധ സഭകളാണ് യേശുവിൻ്റെ മാർഗത്തിലെ ഏറ്റവും വലിയ വിലങ്ങുതടികൾ എന്ന് ദയവായി മനസ്സിലാക്കുക. അതാണ് ഈ കൽപ്പനയിൽ കൂടെ. ഈ കൽപ്പന ഇങ്ങനെ ആവർത്തിക്കുന്നത് ആരാണ്? ഈ കൽപ്പന നിരാകരിക്കുന്നവർ മാത്രമാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷേ ഒരു കത്തോലിക്കൻ അല്ലാത്ത ഒരുത്തനെ, ഒരു പെന്തക്കോസ്തുകാരനെയോ ഒരു CSIക്കാരനെയോ സ്നേഹിച്ചാൽ അപ്പം വിവരം അറിയും. അപ്പോൾ സ്നേഹിക്കണം എന്ന് പറയുകയും സ്നേഹിച്ചാൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന, ഇപ്പോൾ അപ്രയം തിരുമേനി സഹവിശ്വാസികളായ യാക്കോബ സഭയിലെ ആളുകളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തിരുമേനിയുടെ കച്ചവടം കഴിയും. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഇതെല്ലാം മറച്ചു പിടിക്കുന്നതിനുള്ള അത്തിയലയായിട്ടാണ് ഈ കാല് കഴുകുന്നതും ഈ കലാപരിപാടികളൊക്കെ നടത്തുന്നത് എന്ന് വിശ്വാസ സമൂഹം തിരിച്ചറിയുന്ന അന്നാൾ സത്യം നമ്മുടെ ഇടയിലേക്ക് മടങ്ങി വരും. ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തൽ, ഇതെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അതിനുവേണ്ടി മാത്രമായിരിക്കണം നിങ്ങൾ ഈ ഒരു അനുഭവം ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആവർത്തിക്കേണ്ടത്. അർത്ഥമറിയാതെ ഏതെങ്കിലും ഒരു പ്രക്രിയയെ ആവർത്തിക്കുന്നത് നാം നമ്മോട് തന്നെ കാണിക്കുന്ന അപമാനമാണ്. ഇറ്റ്സ് an insult to repeat anything mechanically without respecting its meaning. ഇത് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ അർത്ഥവത്തായ ഒരനുഭവമാണ് യേശു മനഃപൂർവ്വം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്തത്. പക്ഷെ ആ അർത്ഥങ്ങളെ 100% ഉപേക്ഷിച്ചിട്ടാണ് അതൊരാചാരമാക്കി മാറ്റിയത്. യേശു ഇത് ഒരു ആചാരമായി ഒരിക്കലും വിഭാവന ചെയ്തില്ല. ഇതൊരു അനുഭവമായും ഓർമ്മപ്പെടുത്തലായും സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് യേശു വിഭാവന ചെയ്തത്. അതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് യാന്ത്രികമായി ആഴ്ചതോറും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആചാരമായി ഇതിനെ അധപ്പതിപ്പിച്ച് കളഞ്ഞു. ഇതിൻ്റെ ആത്മാവിനെ തിരസിച്ച് അതിൻ്റെ ശരീരത്തെ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുന്ന, തികച്ചും സത്യം തൊട്ടു തേച്ചിട്ടില്ലാത്ത, ആത്മീയതയെ കൊഞ്ഞനം കുത്തുന്ന ഈ ഒരു സമീപനത്തെ, അതിലടങ്ങിയിരിക്കുന്ന പാപ്പരത്വത്തെ തിരിച്ചറിയുവാൻ വിശ്വാസികൾക്ക് വ്യക്തിപരമായും സമൂഹമായും സർവശക്തനായ ദൈവം ധൈര്യവും കൃപയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ചിന്തകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.